നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ ഇന്ദിരേട്ടാ, ഇന്ദിരേട്ടൻ എന്നെ ഒന്ന് വിളിച്ചു ചോദിക്കായിരുന്നില്ലേ? അല്പം മുമ്പ് സോന വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. 40,000 രൂപയുണ്ട്. ഞാൻ ഏട്ടൻ വന്ന് പറഞ്ഞപ്പോ തന്നെ ശ്യാമേട്ടനെ വിളിച്ച് അറിയിച്ചിരുന്നു. ശ്യാമേട്ടൻ പണം സംഘടിപ്പിച്ച് വരുമെന്ന് ഉറപ്പില്ലായിരുന്നു. അതാ ഏട്ടന് പ്രതീക്ഷ തരാഞ്ഞ്. ഇനി ടൈം കളയണ്ട ഇന്ദിരേട്ടാ, പെട്ടെന്ന് പോയി ഇൻട്രസ്റ്റ് അടക്ക്. ഞാൻ കൊണ്ടുവിടണോ? വേണ്ട ശ്യാം, ഞാൻ പൊക്കോളാം. താങ്ക്സ്. ഞാൻ ചെല്ലുന്തിരേട്ടാ. പോയിട്ടോ. മതിയോ? ഞാൻ മോളോടൊന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കാം. എന്തായാലും ഫ്രാൻസ് ഡോക്ടറെ തന്നെ കാണണം. അതുകൊണ്ട് നാളെ തന്നെ വരാൻ നോക്കാം. ശരി. ഹോസ്പിറ്റലിൽ നിന്നാ വിളിച്ചത്. മഞ്ചാടിയെ ചികിത്സിച്ച ഫ്രാൻസിസ് ഡോക്ടർ നാളെ കഴിഞ്ഞ കുറച്ച് ദിവസത്തേക്ക് അവധിയില്ല. മഞ്ചാടിയുടെ ചെക്കപ്പിനായി നാളെ വരാൻ പറ്റുമെന്ന് ചോദിച്ചാ ഇങ്ങോട്ട് വിളിച്ചത്. നമ്മളോട് ചെല്ലാൻ പറഞ്ഞ ഡേറ്റ് ആയില്ലല്ലോ അച്ഛാ. നാളെ പോയാൽ സ്റ്റിച്ച് എടുക്കാൻ പറ്റുമോ? ഡോക്ടർ നോക്കിയിട്ട് പറ്റിയാലെടുക്കുമായിരിക്കും. നാളെ ചെന്നില്ലെങ്കിൽ പകരം വരുന്ന ഏതെങ്കിലും ഡോക്ടറായിരിക്കും നോക്കുന്നത്. അത് വേണ്ട അച്ഛാ, നമുക്ക് നാളെ തന്നെ പോവാം. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. പറ്റുമെങ്കിൽ കോളേജിൽ പോയി TCയും ചോദിക്കാം. അല്ല, അതെന്തിനാ ഇപ്പൊ പോയി TC ചോദിക്കുന്നേ? ഈ വർഷം എന്തായാലും ഇവിടുത്തെ കോളേജിൽ നിനക്ക് അഡ്മിഷൻ കിട്ടില്ല. അതൊക്കെ അച്ഛൻ മനസ്സ് വെച്ചാ കിട്ടും. ആദ്യം നമുക്ക് TC വാങ്ങിക്കാല്ലേ അച്ഛാ? നീയേ അച്ഛനെ കൊണ്ട് ഒരുപാട് ചുമട് എടുപ്പിക്കല്ലേ മഞ്ചാടി. ആദ്യം നിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ബാക്കി ആലോചിച്ച പോരെ. എന്റെ കല്യാണക്കാരെ സംസാരിക്കാൻ അച്ഛൻ പോകുമ്പോ ചേച്ചി എന്റെ ട്രീറ്റ്മെന്റ് കാര്യം പറഞ്ഞില്ലല്ലോ. അത് എത്രയും വേഗം ഉറപ്പിക്കാനായിരുന്നല്ലോ തിടുക്കം. ഞാൻ പഠിക്കാൻ പോകുന്ന കാര്യം പറയുമ്പോ മാത്രം ചേച്ചി എന്തിനിങ്ങനെ ഉടക്ക് വെക്കുന്നേ? നിന്നെ പഠിക്കാൻ പറഞ്ഞതിന്റെ ഗുണം ഞങ്ങള് കുറെ കണ്ടതാണല്ലോ. അത്രയൊക്കെ മതി. മതി മതി അമ്പിളി, നീ വെറുതെ വഴക്കുണ്ടാക്കല്ലേ. മഞ്ചാടിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അച്ഛൻ വീണ്ടും ഇവിടെ തലയിലെടുത്തു വെച്ചോ. എന്തെങ്കിലും അപകടം വരുമ്പോ മാത്രം ഇവൾക്ക് അച്ഛനും ചേച്ചിമാരും സ്നേഹവും ഭയവും ബഹുമാനവും ഒക്കെ. അപ്പൊ നമ്മുടെ തണലും തലോടലും ഒക്കെ വേണം. അതിന്ന് കര കയറിയപ്പോഴേക്കും സ്വഭാവം മാറുന്ന കണ്ടില്ലേ അച്ഛാ? ഞാൻ എന്റെ പഠിത്തത്തിന്റെ കാര്യത്തിൽ മാത്രമല്ലേ വാശി പിടിക്കുന്നുള്ളൂ. വേറെ ഏത് കാര്യത്തിലാ എന്റെ സ്വഭാവം മാറിയിട്ടുള്ളത്? ചേച്ചിന്ന് പറഞ്ഞേ. അയ്യോ, ഞാനിനി ഒന്നും പറയാനില്ലേ. അമ്പിളിയുടെ വായിന്ന് വീണാലേ എല്ലാവർക്കും കുഴപ്പമുള്ളൂ. അതുകൊണ്ട് ഞാൻ നിർത്തി. മഞ്ചാടി, നിനക്ക് നിർബന്ധമാണെങ്കിൽ അച്ഛൻ നിന്റെ കൂടെ കോളേജിലേക്ക് വരും മഞ്ചാടി. പക്ഷെ മറ്റൊരിടത്ത് അഡ്മിഷൻ കിട്ടുന്ന ഉറപ്പില്ലാതെ അവിടെ പോയി TC ചോദിക്കണോ മോളെ? അച്ഛാ, വേറൊരിടത്ത് എനിക്ക് അഡ്മിഷൻ കിട്ടില്ലെന്ന് ഉറപ്പാണോ? അന്വേഷിച്ചപ്പോ അങ്ങനെ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അച്ഛനോട് വേറൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ ഇതുവരെ പഠിച്ച കോളേജിലേക്ക് തന്നെ എന്നെ അയക്കാൻ അച്ഛന് ധൈര്യമുണ്ടോ? എനിക്കവിടെ തിരിച്ചു പോകാനൊരു പേടിയില്ല. സൂയിസൈഡ് ചെയ്യാൻ പോയ മകളെ പുതിയ ഒരാളായി ജീവിതത്തിലേക്കും ക്ലാസ് മുറിയിലേക്കും കൈപിടിച്ച് നടത്താൻ കഴിയുന്നതിൽ അച്ഛനെ അഭിമാനിക്കല്ലേ വേണ്ടത്? മഞ്ചാടി, നീ നമ്മുടെ അച്ഛനെ ഉപദേശിച്ച് ധൈര്യശാലിയാക്കാനൊന്നും നോക്കണ്ട. അച്ഛൻ അറിയാം എന്താ ചെയ്യണ്ടേന്ന്. ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല. ഗോകുലുമായിട്ട് നിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കാം. ഇനി നിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അച്ഛൻ അവരോട് കൂടി അഭിപ്രായം ചോദിക്കേണ്ടി വരും. അങ്ങനെയാണോ അച്ഛാ? അങ്ങനെ ചോദിച്ചാ അതാണ് മോളെ നാട്ടു നടപ്പും മര്യാദയൊക്കെ.
ഏതായാലും നാളെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അതാദ്യം നടക്കട്ടെ, ബാക്കിയെല്ലാം പിന്നെ. ഇന്ദ്ര, നീ എന്താ ഈ സമയത്ത്? 5 മണി ആയില്ലല്ലോ. ഞാൻ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ വന്നതാ. ആണോ? ഓഫീസ് ടൈം കഴിയാറായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ദ്രൻ ഇരിക്കെ. ഇവിടെ ഒരു ദിവസം ഇൻട്രസ്റ്റ് അടയ്ക്കാൻ വയ്യാലേ മനുഷ്യനെ കൊല്ലുന്ന പിഴപലിശയാണോ? മറ്റെന്തിനേക്കാളും വലുത് അഭിമാനമാണെന്ന് തോന്നുമ്പോഴല്ലേ ഇന്ദ്ര നിന്നെ എന്നെ പോലുള്ളവര് പണം പലിശയ്ക്ക് വാങ്ങുന്ന? പറഞ്ഞ സമയത്ത് കാശ് കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരില് ജയിലിൽ കിടക്കേണ്ടി വന്നവനാ ഈ ഞാൻ. നിനക്ക് അങ്ങനത്തെ ഗതികേടൊന്നും ഉണ്ടായില്ലല്ലോ. അങ്ങനൊരവസ്ഥ ഉണ്ടായില്ല. കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള മാന്യത ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോ ഇന്ദ്രൻ എന്ന് കണക്ക് മൊത്തം ക്ലോസ് ചെയ്യണല്ലേ? ഗോകുലിരിക്കെ. അച്ഛനെന്ന് മിനിമം ഇൻട്രസ്റ്റിന് നിനക്ക് കാശ് തന്നത് വെറും 1 മാസത്തെ കാലാവധിക്കാ. യഹോട്ടാ, അങ്ങനല്ലേ? അതെ, 1 മാസത്തിനകം തിരിച്ചു തരാന്നാ അന്ന് ഇന്ദ്രൻ പറഞ്ഞേ. അതുകൊണ്ടാ ഇന്ദ്രൻ ഒന്ന് വീടിന്റെ പ്രമാണം കൊടുക്കാന്ന് പറഞ്ഞിട്ടും സച്ചി സാർ അത് വാങ്ങാതെ ഷോപ്പിന്റെ ഡോക്യുമെന്റ്സ് മതിയെന്ന് പറഞ്ഞേ. അപ്പോ ഇനി ഇൻട്രസ്റ്റ് മാത്രം പോരല്ലോ, മുഴുവൻ ക്യാഷും ഇപ്പൊ അടയ്ക്കണം.